കോഴിക്കോട് കൊയിലാണ്ടിയിൽ സംസ്ഥാന പാതയോരത്തെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളുന്ന ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി. നിരവധി പേർ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന തോട്ടിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. മുക്കം പോലീസ് സ്ഥലത്തെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു. രാത്രിയുടെ മറവിലാണ് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളാനായി ലോറിയുമായി ഒരു സംഘം ആളുകൾ എത്തിയത്. മാലിന്യം തള്ളിയ ശേഷം ലോറിയുമായി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രദേശവാസികൾ ചേർന്ന് ലോറി തടഞ്ഞത്. ഇതിനിടെ ലോറിയിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെയും നിരവധി തവണ ഇവിടെ ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശം നാട്ടുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഒരു ടാങ്കർ വണ്ടി ഇവിടെ നിർത്തിയെ കണ്ടപ്പോൾ ചെക്കന്മാർ നോക്കിയപ്പോൾ അത് കക്കൂസ് മാലിന്യം ഈ തോട്ടിലേക്ക് തള്ളിയാണ്. ഇവിടെ തെയ്യത്തുംകാവിന്ന് നേരെ ചാലിയാറിലേക്ക് ഉത്ഭവിക്കുന്ന തോടാണ്, അവസാനിക്കുന്ന തോടാണ്. നിരവധി പേര് ഈ തോട് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ മുമ്പും ഇവിടെ 2-3 പ്രാവശ്യമായി മാലിന്യം തള്ളുന്നു. അന്നൊന്നും ഒരു നടപടി ഇതിൽ സത്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലീസുകാർ വണ്ടി മുക്കത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇതൊന്നും ഒരു ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ശക്തമായ നിലപാട് എടുക്കാൻ വേണ്ടി അധികാരികളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മുക്കം പോലീസ് സ്ഥലത്തെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു. പെരിന്തൽമണ്ണ സ്വദേശി അക്ബർ ഷായുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി. ജനം, കോഴിക്കോട്.